നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അത്ര ശുഭകരമൊന്നുമല്ല. നമ്മുടെ കേരളത്തില് രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുണ്ട്. ഇപ്പൊ ഇറങ്ങി തീരാനായി. ഒരു മാസത്തിനുള്ളിൽ അവരുടെ കാര്യം തീരുമാനമായിക്കൊള്ളും. പക്ഷെ എങ്കിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ എവിടെ കൊണ്ട് എത്തിച്ചേക്കാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, രണ്ടെണ്ണം കണക്കാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് പന്താടുന്ന, അവരുടെ ജീവിതം വെച്ച് പന്താടുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ, രാഷ്ട്രീയം കളിക്കുന്ന ഗുണ്ടകളെ ഒക്കെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള SFI ഗുണ്ടകളെ സംരക്ഷിക്കുന്ന, കലാലയത്തെ കലാപാലയമാക്കി മാറ്റുന്ന രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ കഴിഞ്ഞ 5 വർഷത്തെ സംഭാവനയാണ്. എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. വയനാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയതാണ് സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ. അയാളെ എറണാകുളത്ത് നിന്ന് തിരികെ വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തി 3 ദിവസം പട്ടിണിക്കിട്ട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്ന ആ കാപാലികന്മാരെ സംരക്ഷിച്ച സർക്കാരാണിത്. ആ സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പും ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തങ്ങളുമുള്ള ഒരു വകുപ്പാണ്. അതാണ് വിദ്യാഭ്യാസ വകുപ്പ്. കലാലയങ്ങളല്ല, കലാപാലയങ്ങൾ. കലാലയങ്ങളെ എങ്ങനെ കലാപാലയങ്ങളാക്കി മാറ്റാമെന്ന് ഏറ്റവും ഉദാഹരണ സഹിതം പഠിപ്പിച്ചിട്ടുള്ള ഒരു സർക്കാർ കഴിഞ്ഞു പിണറായി സർക്കാർ. ഏതായാലും അവരുടെ ഭാവി പെട്ടിയിലായിട്ടുണ്ട്. നോക്കൂ, ഇന്ന് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ അയാളെ നിതിൻ എന്ന ചെറുപ്പക്കാരൻ മെറിറ്റില് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അഡ്മിഷൻ നേടിയതാണ്. സാധാരണ പഠനത്തിന്റെ സ്ട്രെസ്സും അല്ലെങ്കിൽ പഠിച്ചു തീരാത്ത സിലബസും അതൊക്കെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പലരും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവൻ ആള് പഠിത്തത്തിന് മോശമൊന്നുമല്ല. അവനെ വിളിച്ചത് സ്ലം ഡോഗ് എന്ന്, പുഴുത്ത പട്ടി എന്നാണ് ആ വിദ്യാഭ്യാസ മേധാവി. ഈ ചങ്ങാതി, ഈ ഗുണ്ട അല്ലെങ്കിൽ ഈ തെമ്മാടിയായിട്ടുള്ള ഈ അധ്യാപകൻ ഇതിനു മുമ്പും ഇതേ കുറ്റത്തിന് കുറ്റാരോപിതനാണ്. മറ്റൊരു പെൺകുട്ടി ഇതേ സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ. വാർത്തകൾ വരുന്നത് അങ്ങനെയാണ്. ഇത്തരത്തിൽ കുറ്റകരമായ നടപടികളിലൂടെ കടന്നു പോകുന്ന ഒരാൾ വീണ്ടും അതേ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇതേ വിദ്യാർത്ഥികളെ, അതും ദലിത് വിദ്യാർത്ഥികളെ നിറത്തിന്റെ പേരിൽ, അവരുടെ വർണ്ണത്തിന്റെ പേരിൽ ആക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് ഈ സർക്കാരിന് അവിടെ ഇരുത്താൻ കഴിയുന്നത്? നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ പേരാണ് പറയുന്നത്. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ AK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത. ഈ രണ്ടുപേർക്കും എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല. ഈ മേധാവിക്കെതിരെ നേരത്തെയും ആരോപണങ്ങളുണ്ട്. സ്ലം ഡോഗ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുക, അതിനുശേഷം സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇട്ട് അപമാനിക്കുക. ഇതൊക്കെയാണോ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയുടെ മരണം നമ്മളിവിടെ വലിയ ചർച്ചയാക്കിയത് നമുക്കറിയാം. അതിന് MG സർവകലാശാലയിലെ ദീപ P. മോഹൻ നടത്തിയിട്ടുള്ള നിരാഹാര സമരം, ആ സമരം വിദ്യാഭ്യാസ രംഗത്തെ അപജയങ്ങൾ അല്ലെങ്കിൽ വിവേചനങ്ങളൊക്കെ, ആ ഭീകരത മുഴുവൻ തുറന്നു കാട്ടിയത് നമ്മൾ കണ്ടിരുന്നതിന് മുമ്പ്. ഇതൊക്കെ കേരളത്തിൽ ചർച്ചയായതല്ലേ? ഇവിടുത്തെ മഹനീയ കുലത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന കുറെ എണ്ണം പാർശ്വവച്ച് മൂലക്കിരുത്തിയിട്ടുള്ള ഒരു വിഭാഗം അവരുടെ ഭാഷയുടെ, നിറത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ കലാലയങ്ങളിൽ അപമാനിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു വിരലല്ല മുഴുവൻ വിരലും ഉയർത്തേണ്ട വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയും ഒക്കെ ഉറങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യ. വെറുതെ അല്ല കേരളത്തിലെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കാത്തതും ഒന്നും ചെയ്യാത്തതും. ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിടുകയാണ്, ഈ നാട് വിടുകയാണ്. ഈ നാട്ടിൽ ചെറുപ്പക്കാരില്ല, മുഴുവൻ ആൾക്കാരും ഇവിടെ വിട്ടുപോകുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തേണ്ട അധ്യാപകർ അവർ തന്നെയാണ് വേട്ടക്കാരാകുന്നത്. ആ വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പുണ്ട്. പിന്നെ അവർക്ക് എന്ത് കാണിച്ചാലെന്ത്, സംഘടനയുടെ ബലം അവർക്കുണ്ടായാൽ മതിയല്ലോ. ഒരു കൊടിയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാം, ആരെയും തല്ലിക്കൊല്ലാൻ, എന്തും ചെയ്യാം. നമുക്കറിയാമല്ലോ, ഷഹബാസിനെ തല്ലിക്കൊന്നത് നമുക്കറിയില്ല. ഷഹബാസിനെ കൊല്ലുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അവൻ ചാകട്ടവനെ തല്ലിക്കൊല്ലാം, ആൾക്കൂട്ടത്തിൽ എല്ലാവരും കൂടെ നമ്മൾ കുറെ ആൾക്കാർ കയറിയത് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നൊരു സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ സന്ദേശം ഷെയർ ചെയ്തിരുന്നത് നമ്മളെല്ലാം കണ്ടല്ലേ. ആ തെളിവുകൾ ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. കുട്ടികളല്ലേ, ഗുണ്ടകളായി അവർ വളർന്നു വരുന്നുണ്ട്. എന്നിനി കുട്ടികളല്ലാത്തവർക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാലോ. സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചു? വലിയ വാർത്തയായിരുന്നു. ആദ്യം പോലീസിനെ കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തെന്ന് എഴുതി ഉണ്ടാക്കി. പിന്നീട് പണിയാവുമെന്ന് കണ്ടപ്പോഴാണ് അത് കൊലപാതകമായതും അറസ്റ്റ് വന്നതും ജയിൽവാസം വന്നതുമെല്ലാം. പക്ഷെ എന്നിട്ട് ഇപ്പോൾ വല്ല ചർച്ചയുണ്ടോ? വല്ല കാര്യങ്ങളും ഉണ്ടോ? ഒന്നുമില്ല. അതായത് ഇവിടെ എന്ത് ചെറ്റത്തരം കാണിച്ചാലും, എന്ത് ചണ്ടിത്തരം കാണിച്ചാലും, വിദ്യാഭ്യാസ മേഖലയിലെ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും ആരായാലും ഏത് അധ്യാപകനായാലും നമ്മുടെ ആളാണെന്നുണ്ടെങ്കിൽ അവൻ സുരക്ഷിതനായിരിക്കും. ഇവിടെ കൊല്ലപ്പെടുന്നവൻ അല്ലെങ്കിൽ
ആത്മഹത്യ ചെയ്യപ്പെടുന്നവൻ അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്നവൻ അവന്റെ നിറം കറുപ്പാണെന്നുണ്ടെങ്കിൽ, അവന്റെ ഭാഷ അല്പം മറ്റവന്മാരുടെ മേലാളന്മാരുടെ ഭാഷയോടൊപ്പം ഒന്ന് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവനിനി മെറിറ്റ് സീറ്റിൽ വന്നിട്ടുള്ള ഒരു ദളിതനാണെന്നുണ്ടെങ്കിൽ അവൻ ജീവിക്കേണ്ട, അവൻ സ്ലം ഡോഗാണ്, അവൻ പുഴുത്ത പട്ടിയാണ്. അവനെ നമ്മൾ സ്റ്റാഫ് റൂമിൽ കയറ്റും, ഇടിക്കും, വേണ്ടുന്ന ഇടിക്കട്ട നിരത്തും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവനെ തുണിയഴിച്ച് പട്ടിണിക്കിട്ട് മുക്കാലിൽ കെട്ടി തല്ലി അവനെ ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കും, അല്ലെങ്കിൽ ബാത്റൂമിൽ കെട്ടിത്തൂക്കും. ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയും വരില്ല എന്ന് അറിയാം. കാരണം അങ്ങനെ തല്ലിക്കൊല്ലുന്ന പേപ്പട്ടികളെ സംരക്ഷിക്കാനാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഇവിടുത്തെ അന്വേഷണ വിഭാഗങ്ങളും നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കുന്ന ചിലർക്ക് നിലകൊള്ളുന്നത്. Different angles. Don't forget to subscribe and support this channel.